ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മൂലം നമ്മുടെ ഓണം ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ. എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഓണത്തിൻ്റെ മൂഡായി കംപ്ലീറ്റ്. അപ്പോൾ എൻ്റെ അത്തക്കളത്തിൻ്റെ വലിപ്പവും കൂടിക്കൂടി വരുവാണ്. ഇന്ന് ഞാൻ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് സൈസ് കൂടിപ്പോയി. പക്ഷേ എനിക്ക് ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് റൗണ്ട് സർക്കിളായിരുന്നു. അവസാനം മിനുക്ക് പണികളൊക്കെ ചെയ്ത് ഞാൻ അത്തക്കളത്തിനെ റെഡിയാക്കി എടുത്തിട്ടോ. പിന്നെ അവസാനം ഇന്ന് ശ്രീജു കുറേ നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തന്നായിരുന്നു അത്തക്കളത്തിൻ്റെ. അപ്പോൾ ഞാൻ അന്ന് ക്ലീനിങ് ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് തുടർന്നിട്ടോ. ശിവനാഥും ശങ്കരിയും അമ്മയും കൂടി ചിന്നുവിൻ്റെ വീട്ടിലോട്ട് പോയി. കാരണം ഇന്ന് ഒല്ലുവിൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് ഞാനും ശ്രീജു അച്ഛനും വൈകിട്ടേ പോകുള്ളൂ. അമ്മയും ശങ്കരിയും ശിവനാഥും കൂടി പോയിട്ടോ. അപ്പോൾ പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ക്ലീനിങ് തുടങ്ങിയത്. അല്ലെങ്കിൽ നടക്കൂല ക്ലീനിങ് ഒന്നും. അങ്ങനെ അതാ വേഗം തന്നെ പൂജാമുറിയൊക്കെ, അച്ഛൻ്റെ ഏരിയയാണ് ഇതൊക്കെ. പക്ഷെ എന്നാലും ഞാൻ മാറാമ്പലം കുറച്ച് പൊട്ടും കരടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നീക്കി ഒന്ന് ഓടിച്ചിട്ടൊന്ന് നന്നായിട്ട് തന്നെ തുടച്ചെടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എന്താണ്, നമ്മുടെ ഈ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് നല്ല കരിയൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തുടച്ച്. പിന്നെ ഫ്രിഡ്ജായിരുന്നു ലക്ഷ്യം. ഫ്രിഡ്ജ് ഇപ്പോൾ കുറേ ആയിട്ട് തൊട്ടിട്ടില്ലായിരുന്നു. കാരണം അതിലെപ്പോഴും സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ പച്ചക്കറികളൊക്കെ കേട്ടിട്ടുണ്ടേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ഒന്ന് നന്നായിട്ട് തന്നെ അതിനെ ക്ലീൻ ചെയ്തേക്കാം. കാരണം അതും കുറേ നാളായി ഇങ്ങനെ ഇരിക്കണമല്ല. അങ്ങനെ ഓരോരോ പാർട്സൊക്കെ അതിൻ്റെ ഊരി എടുത്ത് ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടോ. ഇനിയിപ്പോൾ നാളെ പച്ചക്കറികളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. വെജിറ്റബിളിൻ്റെ ബോക്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ക്ലീൻ ആക്കി കേട്ടോ. പിന്നെ എനിക്ക് ഞാൻ നമ്മുടെ പാത്രങ്ങൾ വെക്കുന്ന ഡബ്ബ ഒക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഞാൻ നേരത്തെയൊക്കെ തുടച്ചതായിരുന്നു. പക്ഷെ തുടച്ചിട്ടും പിന്നെ അവിടെ ഇങ്ങനെ കറുത്ത കരടും മാറാമ്പലൊക്കെ വീണ്. അപ്പോൾ ഓർത്ത് ഇനി അതായിട്ട് ഇനി കുറക്കണ്ട. അങ്ങനെ അതും കൂടി ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ തുടച്ച്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് അധികം ആയിട്ടില്ല. ഈ പാത്രങ്ങളൊക്കെ അത്യാവശ്യം പുതിയ പാത്രങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും ഓണമല്ലേ, ഇനി അതിനൊരു കുറവ് വരുത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതും നന്നായിട്ട് തന്നെ തുടച്ചിട്ടോ. അപ്പോൾ ഈ മേലെടുത്ത് കുഞ്ഞു ബോക്സൊക്കെ ഒരു സെറ്റായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. അപ്പോൾ അത് ഒക്കെ പൊടി ഇല്ലായിരുന്നു, ഒട്ടും പൊടി തന്നെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മേളിലുള്ള ഭാഗം മാത്രം തുടച്ച് വെച്ചു. പിന്നെ നമ്മൾ തുടച്ചിട്ടതിൻ്റെ ബാക്കിയൊക്കെ കരടും പൊട്ടും ചളിയൊക്കെ താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അഴുക്ക് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് തുടച്ച്. പിന്നെ അത്തക്കള വിട്ട ഏരിയയിൽ നമ്മുടെ പൂജാമുറിയിൽ നിന്ന് വീണ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തക്കളത്തിനൊന്നും പറ്റല്ലേ എന്ന് വിചാരിച്ച് പയ്യെയാണ് ആ ഏരിയ ഒക്കെ തുടച്ചെടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗായ്സ്.